എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കണ്ടൻസ് മിൽക്കാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് കടകളിൽ നിന്നും വാങ്ങാതെ കണ്ടൻസ് മിൽക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കണേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവില് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര ഞാനിവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് പാൽപ്പൊടി ചേർക്കാം. 250 ഗ്രാം അളവുള്ള കപ്പിലാണ് ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര പൊടിച്ചതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒരു 1/4 ഭാഗം ബട്ടർ ആവശ്യമായിട്ടുണ്ട്. ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് അളവില് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൂടെ വരാം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ മിൽക്ക് മെയ്ഡ് നല്ല പോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു സമയത്ത് അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ മാറുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരു പെരുന്നാൾ ദിനത്തില് വീടുകളിൽ വളരെ എളുപ്പത്തിൽ കണ്ടൻസ് മിൽക്ക് വീട്ടിലുണ്ടാക്കാം. കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇനിയിപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ടൻസ് മിൽക്കിന് കുറച്ച് ചൂടുണ്ടാവും. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ആരും തന്നെ കടകളിൽ നിന്നൊന്നും കണ്ടൻസ് മിൽക്ക് വാങ്ങണ്ട. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.